ഡീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാലയുടെ മുത്തായ പാലിൽ പിതാവിൻ്റെ പിൻഗാമിയും പാലയെ വളർത്തി വലുതാക്കിയവനും കല്ലറങ്ങാട്ട് പിതാവിന് മാതൃകയും പ്രചോദനവുമായ അഭിവന്യ പള്ളിക്കപ്പറമ്പിൽ പിതാവേ, മാർസ് ഡീവ സിറ്റി മെഡിക്കൽ കോളേജ് മെഡിസിറ്റി എന്നുള്ള ദർശനം മനസ്സിൽ കണ്ട് പാലക്കാരുടെ ചേർപ്പുങ്കൽക്കാരുടെ ഈ കോട്ടയം ജില്ലയിലുള്ള എല്ലാവരുടെയും മനസ്സറിഞ്ഞ് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ധീരതയോടെ ഇങ്ങനെ ഈ മെഡിസിറ്റിക്കും ഇപ്പോൾ ക്യാൻസർ കെയർ റിസർച്ച് സെന്ററിനും നേതൃത്വം കൊടുക്കുകയും ആരംഭിക്കുകയും ചെയ്ത അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവേ, പുതിയ ശൈലി അനുസരിച്ച് ഇനി അധികം പേരുടെ പേരുകൾ പറയാൻ പാടില്ല. പ്രിയപ്പെട്ട മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വൈദികരെ, സമർപ്പിതരെ, സന്യാസിനിസൻ, പ്രിയ നാട്ടുകാരെ, വളരെ പ്രത്യേകിച്ച് പാലക്കാരെ, ചേർപ്പുങ്ങൾക്കാരെ, ഈ ആശുപത്രിയിലെ പ്രിയപ്പെട്ട സ്റ്റാഫിന്, നിങ്ങൾക്ക് എല്ലാവർക്കും തൃശ്ശൂർക്കാരുടെയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും പേരിൽ എല്ലാവിധ അഭിവാദനങ്ങളും ആശംസകളും. 6 വർഷം കൊണ്ട് 2019 വിശുദ്ധ കുരിശിന്റെ മാർസ്ലീവ തിരുനാളിന്റെ ദിവസം ആരംഭം കുറിച്ച മാർസ്ലീവ മെഡിസിറ്റി ഇന്ന് ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററോട് കൂടി 650-650ഓളം ബെഡുള്ള ഒരു വലിയ ആശുപത്രിയായി ഉയർന്നു കാണുമ്പോൾ, അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഒരു AI ആശുപത്രിയായി മാറിയിരിക്കുന്ന ഏറ്റവും ആധുനികമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയായി കാണുമ്പോൾ ഇതെങ്ങനെ സാധിക്കും എന്ന് മറിയത്തോട് ചേർന്ന് ഞാനും ചോദിച്ചു പോയി. ഗബ്രിയേൽ പറഞ്ഞ വാക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്: ദൈവത്തിനൊന്നും അസാധ്യമല്ല, പാലക്കാർക്കും ഒന്നും അസാധ്യമല്ല. നിങ്ങൾക്ക് ഒന്നുകൂടി എൻ്റെ വലിയ അനുമോദനങ്ങളും ആശംസകളും ഞാൻ വീണ്ടും നേരുകയാണ്. കല്ലറങ്ങാട്ട് പിതാവ് എന്തുകൊണ്ട് എന്നെ വിളിച്ചു, പ്രത്യേകിച്ച് ഞാൻ തന്നെ ഇത് ബ്ലസ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഭാരത കത്തോലിക്ക മെത്രാൻ സഭയുടെ CBCIയുടെ പ്രസിഡന്റാണ്. പക്ഷെ അതിൻ്റെ പേരിൽ വിളിക്കാൻ സാധ്യതയില്ല. 2 മെഡിക്കൽ കോളേജുകളുടെ ചെയർമാനാണ് ഞാൻ. ബാംഗ്ലൂർ സെന്റ് ജോൺസും അതുപോലെ തന്നെ തൃശ്ശൂർ ജൂബിലിയും, പിന്നെ അമല മെഡിക്കൽ കോളേജും അവിടെയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് സെന്റ് ജോൺസ്, നമുക്കറിയാം. ഇന്നലെ കിട്ടിയ റിസൾട്ട് അനുസരിച്ച് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അടക്കം കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായി പ്രഖ്യാപിക്കപ്പെട്ടത് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജാണ്. അപ്പോ ഇതിന്റെ പശ്ചാത്തലത്തിൽ അതിനെ വെട്ടിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പിതാവ് പറയണം എന്നതുകൊണ്ടായിരിക്കണം കല്ലറങ്ങാട്ട് പിതാവ് എന്നോട് ഇത് പറഞ്ഞു. ഇതിന്റെ കാരണമുണ്ട്. പിതാവ് ഈ ആശയം എന്നോട് കൂടി പങ്കുവെച്ചപ്പോൾ, പ്രത്യേകിച്ച് കോട്ടാറിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ആരംഭിച്ച് അത് 100% പരാജയപ്പെട്ട് സ്ഥലമടക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പിന്നെ മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ നഴ്സിംഗ് കോളേജും BSc നഴ്സിംഗ് കോളേജും MBBS കോളേജ് തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രാരാബ്ധങ്ങൾ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കണം, ഏറ്റവും കുറവ് മാത്രമേ ഫീസ് മേടിക്കാൻ പാടുള്ളൂ, ഇവിടെയുള്ള രാഷ്ട്രീയക്കാരത്ത് കേട്ടാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കല്ലറങ്ങാട്ട് പിതാവിനോട് പറഞ്ഞു, ഇത് വലിയ റിസ്ക് ആണ് കേട്ടോ. എന്നോട് ചോദിച്ചാൽ നല്ല ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ മാത്രമേ, അത് ഒരുവിധം നല്ല ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പിതാവിനെ ഒരു തരത്തിൽ പിതാവിനെ ആ സംരംഭത്തിൽ നിന്ന് ഞാൻ മുടക്കിയ ആളാണ് ഞാൻ. ഇന്ന് മെഡിക്കൽ കോളേജുകൾ അനുഭവത്തിന് വെളിച്ചത്ത് ഏകദേശം നടന്നു പോകുന്ന രീതിയായി BSc നഴ്സിംഗ് കോളേജുകളും അത്യാവശ്യം നടക്കാം, കുറച്ച് ഫീസ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇവിടെ വന്ന് കണ്ടപ്പോൾ പാലക്കാരോടാണ് പറയുന്നത്, കല്ലറങ്ങാട്ട് പിതാവോട് പറയുന്നത്, രാഷ്ട്രീയക്കാർ സഹായിക്കണമെന്നാണ് പറയുന്നത്. പാല മെഡിസിറ്റി എത്രയും വേഗം മെഡിക്കൽ കോളേജായി ഉയർത്തപ്പെടാൻ നിങ്ങൾ പരിശ്രമിക്കണം. എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാനും സഹായിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരോട് കൂടി പറയുന്നു, എത്രയും വേഗം
കോട്ടയം ജില്ലയുടെ വളർച്ചയ്ക്ക്, കേരളത്തിന്റെ വളർച്ചയ്ക്ക്, ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഇങ്ങനെ ഏറ്റവും മോഡേണായി പ്രവർത്തിക്കുന്ന ഈ മെഡിസിറ്റി ഹോസ്പിറ്റൽ, ഈ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ എത്രയും വേഗം ഒരു മെഡിക്കൽ കോളേജ് ഉയർത്തപ്പെടട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ. അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ സാധിക്കട്ടെ. അത് എനിക്കും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പള്ളിക്കപ്പറമ്പ് പിതാവിനോട് പറഞ്ഞു, ജന്മദിനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് എന്നെ ഒന്ന് ക്ഷണിക്കണേ. പിതാവ് ഉറപ്പായിട്ട് പറഞ്ഞു എന്നെ ക്ഷണിക്കുമെന്ന്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഇന്നും പറഞ്ഞു. അപ്പോൾ ഇത് എത്രയും വേഗം 2-3 വർഷത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ കോളേജ് ഇവിടെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ കാരണമാകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. ഇവിടെ ഒരു ചോദ്യം മാത്രം ചോദിച്ചിട്ട്, കാരണം ഈ ദിവസങ്ങളിൽ CBCIയുടെ മീറ്റിംഗ് ഡൽഹിയിൽ നടക്കുകയായിരുന്നു. അവിടെ ജൂബിലി 2025 സെലിബ്രേഷൻ നാഷണൽ ലെവലിലും, പിന്നെ നൈസിയൻ ക്രീഡ്, നൈസിയൻ കൗൺസിൽ AD 325 തുടങ്ങി 318 മെത്രന്മാരോടുകൂടി ആദ്യത്തെ നിത്യ വിശ്വാസ പ്രഖ്യാപനം സ്ഥാപിതമായതിന്റെ എക്യുമെനിക്കൽ സെലിബ്രേഷൻ നാഷണൽ സെലിബ്രേഷൻ അവിടെ നടക്കുകയായിരുന്നു. ഈ അവസരത്തില് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ, രാഷ്ട്രീയ നേതാക്കളെ കണ്ടപ്പോൾ, പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്നവരെ കണ്ടപ്പോൾ അവരോടൊക്കെ പല പ്രാവശ്യം ആവർത്തിക്കേണ്ടി വന്നു, ഭാരത ക്രൈസ്തവ സഭ വിദേശ മതമാണെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഒരു തരത്തിലും തുടരരുതേ എന്ന്. ഇന്ന് പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, അംഗസംഖ്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലും കേരളത്തിലും ക്രൈസ്തവർ. ഈ സാഹചര്യത്തിലാണ് ഈ മതപരിവർത്തന ബില്ലിന്റെ പേരും പറഞ്ഞിപ്പോൾ ഒത്തിരി ആക്രമണങ്ങളുള്ളത്. പക്ഷേ ഇന്ന് ക്രൈസ്തവരെന്ന് പറയുന്ന പല രാജ്യങ്ങളും ക്രൈസ്തവമാകുന്നതിന് മുമ്പ് ഏഷ്യയിൽ ആരംഭിച്ച, ഭാരതത്തിൽ അടക്കം വളർന്ന ഈ ക്രൈസ്തവ സഭ ഭാരതത്തിൽ തന്നെ മതമാണ്. ഇവിടെ ക്രൈസ്തവ ദർശനം കൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ തന്നെ സംഭാവന നൽകിയത്. ഇവിടെ വിവിധ മതങ്ങളിലുള്ളവരുണ്ടെന്ന് അറിയാം. ധീരതയോടെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാണ്, ആനുപാതികമായ അംഗസംഖ്യയുടെ വെളിച്ചത്തിൽ ഭാരതത്തിന്റെ, കേരളത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയില്, അത് മാധ്യമമാകട്ടെ, വ്യവസായമാകട്ടെ, കാർഷിക രംഗമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ആതുര ശുശ്രൂഷയാകട്ടെ, സാമൂഹ്യ ഉദ്ധാരണമാകട്ടെ, എല്ലാ മേഖലകളിലും ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിക്ക് ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ, ഭാരതത്തോട് വിശ്വസ്തയോടെ ഉത്തമ പൗരന്മാരെന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം, കത്തോലിക്ക സമുദായം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകൾ പറയുന്നത്. ഇവിടെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, ഹെൽത്ത് ഇൻഡസ്ട്രി, സോഷ്യൽ ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും കുറഞ്ഞ ചെലവില്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ ചെലവില്, ഏറ്റവും ദരിദ്രരായവരെ ഏറ്റവും ഉന്നതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള സാമൂഹിക പ്രതിബദ്ധത, ഇത് ബോധ്യത്തോടെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹെൽത്ത്, ഇവിടെ മെഡിസിറ്റി ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി അല്ല, സെന്റ് ജോൺസും ജൂബിലിയും ഒന്നും ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി അല്ല. ഞങ്ങൾക്ക് ഇത് സർവീസാണ്, ഞങ്ങൾക്കിത് മിനിസ്ട്രിയാണ്. അതുകൊണ്ട് പാലാ മെഡിസിറ്റി വളരണമെന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ളവർക്ക് യഥാർത്ഥമായി സർവീസ്, ശുശ്രൂഷ, നല്ല ആരോഗ്യത്തിനുള്ള സാഹചര്യങ്ങൾ, അത് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ഈ മെഡിസിറ്റിക്ക് സാധിക്കണം. ഇത് നമുക്ക് സേവനമാണ്, ഇത് നമുക്ക് ശുശ്രൂഷയാണ്, ഇത് നമുക്ക് ഒരു കോർപ്പറേറ്റ് ഏജൻസിയുടെ പ്രവർത്തനമല്ല, ഇത് നമുക്ക് ലാഭത്തിന് വേണ്ടിയല്ല. ഈ എളിയവരിൽ ഒരുവര് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് മത്തായി 25:40 വായിക്കുന്ന പോലെ ക്രിസ്തു പറഞ്ഞ വാക്യം എളിയവരിൽ, രോഗികളിൽ, പാവപ്പെട്ടവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ദൈവീയ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ചെയ്യലാണ്. മദർ തെരേസ പറഞ്ഞൊരു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 1975 കോട്ടയിൽ, ഇവിടുത്തെ പാലക്കാരൻ കോട്ടയിൽ അച്ഛനും ഞാനും കൂടി മദർ തെരേസയുടെ ഇന്റർവ്യൂവിന് പ്രേക്ഷിത കേരള മാസികയ്ക്ക് വേണ്ടി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, മദർ, കൽക്കട്ടയിലെ തെരുവിധികളിൽ പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ, തൊട്ടുമുത്താൻ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ മദറിന് എവിടെ നിന്നാണ് ഈ ശക്തി? മദർ പറഞ്ഞ 2 വാക്ക് ഇപ്പോഴും എൻ്റെ ചങ്കിൽ കുത്തുന്ന ചോദ്യവുമായിട്ട്, അച്ഛനതറിയില്ലേ?
അച്ഛനത് അറിയില്ലേ? അന്ന് ചോദിച്ച ചോദ്യം ഇന്ന് എന്റെ ചങ്കിൽ കുത്തുന്ന ചോദ്യമായി നിൽക്കുകയാണ്. ക്രിസ്ത്യാനിക്ക് ശക്തിയായിട്ട് ഈശോയല്ലാതെ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയല്ലാതെ, ഈശോയുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമല്ലാതെ നമുക്ക് ഒരു ശക്തിയുമില്ല. എന്തുകൊണ്ട് ചെയ്യുന്നു? ഞാൻ ഈ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അത് എൻ്റെ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നത്, എൻ്റെ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് മദർ തെരേസ പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാലാ മെഡിസിറ്റി, ഈ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, ഇവിടെ വരുന്ന എല്ലാവരിലും, അത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാവരിലും ദൈവത്തെ കണ്ടുകൊണ്ട് ഈ ശുശ്രൂഷ, ദൈവിക ശുശ്രൂഷ നടത്താൻ ബന്ധപ്പെട്ട എല്ലാവർക്കും സാധിക്കട്ടെ. എത്രയും വേഗം ഒരു മെഡിക്കൽ കോളേജ് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് തൃശ്ശൂർ അച്ഛന്മാരുടെ ധ്യാനത്തിന് ഒരു ഇൻട്രോഡക്ടറി ടോക്ക് കൊടുക്കാൻ ഉടനെ പോകേണ്ടതുകൊണ്ട് ഞാൻ ഉടനെ പോവുകയാണ്. പാലാക്കാർക്ക്, ചേർപ്പുങ്കൽക്കാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ.